ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആയിരുന്നു വണ്ടി. അങ്ങനെ കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഓവർ ഹീറ്റിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വെള്ളമൊന്നും നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ബാക്കിൽ, അതായത് എഞ്ചിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു കൂളന്റ് ഇങ്ങനെ ലീക്ക് ആവുന്നത്. മീൻസ് കൂളന്റ് ഇല്ല, പച്ചവെള്ളം ഇങ്ങനെ ലീക്ക് ആവുന്നത്. മീൻസ് കൂളന്റ് ഒഴിച്ച് ഓടുന്ന ഒരു വണ്ടിയല്ല ഇത്. അപ്പോൾ വെള്ളം ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഇതിന്റെ എൽബോയും കാര്യങ്ങളും ഒക്കെ പൊട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഓവർ ഹീറ്റ് ആവുന്ന ഒരു വണ്ടികളിൽ പ്രത്യേകം കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അല്ല നമ്മൾ ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വെള്ളം നോക്കിയിട്ട് തന്നെ ഓടിക്കുക. നമ്മളിപ്പോൾ കൂളന്റ് ഒഴിച്ചോടുന്ന വണ്ടി ആയപ്പോൾ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ, കൂളന്റ് കുറവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിന് പൊട്ടിയ ഭാഗങ്ങളും കാര്യങ്ങളും, എന്താണ് ലീക്ക് വന്നതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ലീക്ക് കണ്ടത് ഇതിന്റെ ബാക്കിൽ ഒരു എൽബോ ആണ്. നമ്മളിപ്പോൾ അത് അഴിച്ച് വെച്ചേക്കാണ്. ഈ ഭാഗത്തായിട്ട് തന്നെ ഉണ്ട് എൽബോ വരുന്നത്. ഈ ഭാഗത്തുകൊണ്ടാണ് അതിന്റെ എൽബോ ബാക്കിലെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ എൽബോ. ഈ എൽബോ ഫുള്ളായിട്ട് ദ്രവിച്ചിട്ട്, അതായത് കൂളന്റ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഓടുന്ന വണ്ടികളിലാണ് ഇങ്ങനെ ഇത്രയും ദ്രവിച്ചിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഇതിന്റെ ബാക്ക് പീസുകളൊക്കെ ഇതിനകത്ത് പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹോസിനകത്ത് ഫുള്ള് തുരുമ്പാണ്. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഫുള്ള് തുരുമ്പാണ് ഈ ഹോസിനകത്ത് ഇരിക്കുന്നത്. അതുപോലെ ഈ അലൂമിനിയത്തിന്റെ ബാക്ക് പീസ് വന്നിട്ട് ഇതിനുള്ളിൽ ഇരിക്കുകയാണ്. അതായത് ഇത് ഇത്രയും കട്ടിയുള്ള പീസ് വന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള പീസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികളിൽ കറക്റ്റായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇതിന്റെ തെർമോസ്റ്റാറ്റിന്റെ ബോഡിയും അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റ്. എന്ന് പിടിച്ച് ഇതാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഫുള്ളായിട്ട് ബെൻഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ചില കേസിൽ ഇത് ക്ലോസ് ആയിട്ട് ബെൻഡായിട്ട് നിൽക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈപ്പുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാഷർ വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത്. ഇത് തെർമോസ്റ്റാറ്റ് ഇങ്ങനെ ഉള്ളിലായിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് എൽബോ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികളിൽ കറക്റ്റായിട്ട് തന്നെ തെർമോസ്റ്റാറ്റ് വാൽവ് അഴിച്ചു നോക്കുക. സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ മാറും. ഈ പൈപ്പും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും വണ്ടി ഏതെങ്കിലും ഓസുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വരും. പിന്നെയും വണ്ടി ഓവർ ഹീറ്റ് ആവും. കറക്റ്റ് വെള്ളം സർക്കുലേഷൻ ആവാതെ നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ ഒരു തെർമോസ്റ്റാറ്റ് ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികളിൽ തെർമോസ്റ്റാറ്റ് കറക്റ്റായിട്ട് തന്നെ അഴിച്ച് നോക്കുക. ഈ വണ്ടിയുടെ ഓവർ ഹീറ്റ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇതിന് ഹോസ് ബാക്കിലത്തെ എൽബോ പൊട്ടിപ്പോയതാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇതിന്റെ ബാക്കിലത്തെ എൽബോ ലീക്ക്. അപ്പോൾ ഈ അൾട്ടോ പോലുള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത്, വാഗണർ പോലുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ബാക്കിലത്തെ എൽബോ മാറിയിട്ടുള്ളതാണോ, അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ, അതുപോലെ ഈ ഹോസ് ഇങ്ങനെ വീർത്തിരിക്കുകയാണോ എന്ന് നോക്കുക. ഈ ഹോസ് വീർത്തിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇതിനുള്ളിൽ തുരുമ്പുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഹോസ് വീർത്തിരിക്കുകയാണെങ്കിൽ എൽബോ ഈ ഹോസും കറക്റ്റായിട്ട് തന്നെ മാറിവിടുകയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഒക്കെ പോകുന്ന അവസരത്തിൽ വണ്ടി വഴിയിലാവാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടി ഓവർ ഹീറ്റ് ആവാനുള്ള മെയിൻ കാരണം കൂളന്റ് ലീക്കാണ് വന്നേക്കുന്നത്. മീൻസ് കൂളന്റിന്റെ ബാക്കിൽ വരുന്ന എൽബോ പൊട്ടിപ്പോയിട്ട് കൂളന്റ് ലീക്കായി. അപ്പൊ ഈ ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികളിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് അഴിച്ചു നോക്കുക എന്നുള്ളത്. അഴിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് വർക്കിംഗ് ഉള്ള തെർമോസ്റ്റാറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് മാറ്റി വിടുക. ഇതുപോലെ ബെൻഡായിട്ട് നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മാറ്റി വിടുക. ഈ ബെൻഡ് നേരെ ക്ലോസ് പൊസിഷൻ ആണെങ്കിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്യില്ല, കറക്റ്റായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും, ഹോസും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ് ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ, അതൊക്കെ വലിയൊരു എക്സ്പെൻസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂളന്റ് ഒഴിച്ച് ഓരോ 20,000 കിലോമീറ്ററിൽ കൂളന്റ് മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ കറക്റ്റായിട്ട് തന്നെ കൂളന്റ് മാറ്റി വിട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഓസുകളും തുരുമ്പ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ മെറ്റൽ ഓസുകൾ തുരുമ്പ് പിടിച്ചു പോകും. റബ്ബറിനകത്ത് ഹാർഡായിട്ട് വന്നിട്ട് റബ്ബർ തുരുമ്പ് കയറിയിട്ട് വാട്ടർ പമ്പ് ഡാമേജ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതെ കറക്റ്റായിട്ട് തന്നെ കൂളന്റ് ഒഴിച്ച് വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും ലീക്ക് കാര്യങ്ങൾ, ഈ ഓസ് ഒക്കെ വീർത്തിരിക്കുന്ന ഏതെങ്കിലും ഓസുകൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതിനകത്ത് തുരുമ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ ഓസ്, അതിന്റെ എൽബോ, ആ പാർട്ടുകൾ കറക്റ്റായിട്ട് തന്നെ മാറിയിടും. അപ്പോൾ വണ്ടി വഴി കിടക്കുന്ന അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ സുസുക്കി ആൾട്ടോ 800ന്റെ ഓവർഹീറ്റിനെ കുറിച്ചും അതിന്റെ ഓവർഹീറ്റിന്റെ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ഇഷ്യൂ നോക്കണമെന്ന് ഉള്ള ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.